നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏഷ്യ കപ്പിൽ ഒമാനെതിരായ നിറം മങ്ങിയ ജയത്തിനു ശേഷം സൂപ്പർ 4 പോരാട്ടങ്ങൾക്കായി കച്ചമുറുക്കുകയാണ് ടീം ഇന്ത്യ. ബദ്ധവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ന് ആണ് ആദ്യ സൂപ്പർ 4 അംഗത്തിന് ഇന്ത്യ ഇറങ്ങുക. ഒമാനെതിരെ കൂറ്റൻ വിജയവുമായി പാക് ചലഞ്ചിനൊരുങ്ങുക എന്ന ഇന്ത്യയുടെ സ്വപ്നം പാളിയിരിക്കുകയാണ്. കഷ്ടിച്ചാണ് വലിയൊരു അട്ടിമറി തോൽവിയിൽ നിന്നും സൂര്യകുമാർ യാദവും സംഘവും രക്ഷപ്പെട്ടത്. 21 റൺസിന്റെ ചെറിയ മാർജിനിലുള്ള ജയം മാത്രമേ ഇന്ത്യക്ക് സ്വന്തമാക്കാനായുള്ളൂ. പാകിസ്ഥാനെതിരെ അതിശക്തമായ തിരിച്ചുവരവാണ് ഇനി ടീമിനാവശ്യം. ഒമാനെതിരായ മത്സരത്തിൽ കളിച്ച ടീമിൽ ചില മാറ്റങ്ങളോടെയാവും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇറങ്ങുക. ദുബായിലെ എൽ ക്ലാസിക്കോയിൽ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 എങ്ങനെയാവുമെന്നു നമുക്ക് പരിശോധിക്കാം. ഒമാനെതിരായ മത്സരം ജയിച്ച ടീമിൽ കാര്യമായ അഴിച്ചുപണികളൊന്നും ഇന്ത്യ നടത്തില്ല. ചില മാറ്റങ്ങൾ മാത്രമേ പ്ലേയിംഗ് 11-ൽ ഗൗതം ഗംഭീർ കൊണ്ടുവരികയുള്ളൂ. ടൂർണമെന്റിൽ ഇനിയും ക്ലിക്കായിട്ടില്ലെങ്കിലും വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗിൽ ഓപ്പണറായി തന്നെ തുടരും. അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ലോക 1-ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയും ഉണ്ടാകും. മിന്നുന്ന പ്രകടനമാണ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും താരം കാഴ്ചവെച്ചത്. 3-ാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവിന്റെ ഊഴമായിരിക്കും. ഒമാനുമായുള്ള മത്സരത്തിൽ അദ്ദേഹം ബാറ്റിംഗിനിറങ്ങാതെ മാറി നിന്നിരുന്നു. പാകിസ്ഥാനെതിരെ തന്റെ പൊസിഷനായ 3-ലേക്ക് സൂര്യകുമാർ തിരിച്ചെത്തും. 4-മനായി കളിക്കുക തിലക് വർമ്മയായിരിക്കും. ഒമാനെതിരെ ബാറ്റിംഗിൽ ടോപ്പ് 5-ന് താഴെയാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത്. 5-മനായി മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ 56 റൺസ് നേടിയെങ്കിലും വളരെ സ്ലോ ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 45 ബോളുകൾ കളിച്ച സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 124 മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിനിഷറുടെ റോളിൽ അദ്ദേഹം തിളങ്ങുമോയെന്നതും സംശയമാണ്. ഈ റോളിന് കൂടുതൽ അനുയോജ്യനായ ജിതേഷ് ശർമ്മ അവസരം കാത്തു പുറത്തു നിൽപ്പുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷിനെ കൊണ്ടുവരാൻ സാധ്യത കുറവാണെന്ന് കാണാം. പാകിസ്ഥാനെതിരെയും മലയാളി താരത്തെ ഗൗതം ഗംഭീർ നിലനിർത്താനാണ് സാധ്യത. സഞ്ജു കഴിഞ്ഞാൽ 6ഉം 7ഉം സ്ഥാനങ്ങളിൽ മീഡിയം പേസ് ഓൾറൗണ്ടർമാരായ ശിവം ദുബെയും ഹാർദിക് പാണ്ഡ്യയുമായിരിക്കും. സഞ്ജുവിന് പകരം ദുബെയെ 5-ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പാകിസ്ഥാനുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷനു വേണ്ടി ഇന്ത്യ ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു. 8-മനായി ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ തന്നെ തുടരും. ഒമാനെതിരെ ഫീൽഡിംഗിനിടെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നെങ്കിലും അതത്ര സാരമുള്ളതല്ലെന്നാണ് വിവരം. ബൌളിംഗ് ലൈനപ്പിലായിരിക്കും പാകിസ്ഥാനെതിരെ ഇന്ത്യ മാറ്റം വരുത്തുക. പേസറായ ഹർഷത് റാണയെ ഒഴിവാക്കി പകരം മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ ഇന്ത്യ തിരികെ വിളിക്കും. മറ്റൊരു പേസറായ അർഷ്ദീപ് സിംഗിന്റെയും സ്ഥാനം തെറിക്കും. പകരമെത്തുക പേസ് ബൌളിംഗിലെ ജസ്പ്രീത് ബുംറയായിരിക്കും. സ്റ്റാർ സ്പിന്നറായ കുൽദീപ് യാദവ് ആയിരിക്കും ഇന്ത്യൻ പ്ലേയിംഗ് 11-ലെ അവസാനത്തെയാൾ.